നൈറ്റ് വന്നിട്ട് ടെൻ്റ് അടിച്ച സ്ഥലം. അതെ, ഇന്നലെ നമ്മൾ ഏകദേശം ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു 7 മണി 7:30 ഉണ്ടാവും. ഫുള്ളി നെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ. എന്നിട്ട് അവിടേക്ക് ഒരുപാട് ചോദിച്ചു വീടുകൾ വളരെ കുറവാണ്, കുറച്ച് വീടുകളുണ്ടെന്ന് തന്നെയുള്ളൂ. അപ്പോൾ അവിടെ ചോദിച്ചു, അപ്പോൾ അത് റെഡി ആയില്ല. പിന്നെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ ഇവിടെ ഈ സ്പേസിൽ ടെൻ്റ് അടിച്ചു എന്ന് പറഞ്ഞു. ഇത് വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലമുണ്ട്, അതിനോട് ചേർന്ന് ചെറിയൊരു പറമ്പും. അപ്പോൾ ഈ പറമ്പിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം പോലെയുണ്ട്, അതൊക്കെ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെറുതായിട്ട് ടെൻ്റ് അടിച്ചു. പെട്ടെന്ന് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ കാണാത്ത രീതിയിൽ. പിന്നെ നോക്കുമ്പോഴാണ് ബാക്കിലേക്ക് കുറച്ച് പോയപ്പോഴാണ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നത്, ലോക്ക്ഡ് അല്ലായിരുന്നു, ഓപ്പൺ ആയിരുന്നു, വെള്ളമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അടിപൊളിയായി. ടെൻറ്റ് മടക്കിയിട്ട് സൈക്കിളിൽ വീട്ടിൽ സാധനങ്ങൾ പാക്ക് ചെയ്തു. ടെൻറ്റ് മടക്കിയിട്ട് ടെൻറ്റും കൂടി സൈക്കിളിൽ വെച്ച് കെട്ടി ഇവിടുന്ന് മൂവ് ആവും. ഇവിടുന്ന് ചായ കുടിക്കണം ഹോട്ടലിൽ നിന്ന്. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററോളം ഉണ്ട് ഇനി ചെക്ക് പോസ്റ്റിലേക്ക്. അവിടെ ഏതെങ്കിലും വീട്ടിൽ സൈക്കിൾ വെച്ച് ലോക്ക് ചെയ്ത് നേരെ മേലേക്ക് ട്രക്കിങ് നടന്ന് കയറി പോവും. സൈക്കിൾ വെച്ചിട്ട് നടന്ന് കയറി പോവും മേലേക്ക്, കൊടജാത്രി ഹിൽസിൻ്റെ മേലേക്ക്. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് വീണ്ടും സൈക്കിൾ എടുത്ത് പോവും. അങ്ങനെയാണ് പ്ലാൻ. എന്നാൽ ടെൻറ്റ് മടക്കാം, നമുക്ക് ടെൻ്റ് മടക്കാം. ഓക്കെ. ഒരു സൈക്കിൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ കയറ്റി വെച്ചത് ആ സൈഡിലായിരുന്നു. ഇവിടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്കാണ്. ഇത് മാറ്റാണ് 2 സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഷിബിൻ്റെ. പിന്നെ അവിടെയാണ്, അതായിരുന്നു ടോയ്ലറ്റ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. നല്ല രസമായിരുന്നു. മോർണിംഗ് ഒക്കെ നല്ല തണുവായിരുന്നു, ചെറിയൊരു മഴച്ചാറിലൊക്കെ കിട്ടി. ഇപ്പം നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ടെൻറ്റും എല്ലാം പാക്ക് ചെയ്തു. ഇനി നൈസായിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാണ്. ഹോട്ടലിലേക്ക് ആദ്യം പോകണം, എന്നിട്ട് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഫുഡ് അടിയിലാണ്. ഇഡലിയും നല്ല പൂ പോലത്തെ വടയും വന്നിട്ടുണ്ട്. അങ്ങനെയല്ല അല്ലേ, പൂ പോലത്തെ ഇഡലിയും വടയല്ലേ, എങ്ങനെയായാലും സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിച്ചിട്ട് വേണം പോവാൻ. യു ഹാവ് എനിത്തിങ് ടു സേ? അവിടെ സ്റ്റോറിയൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളെന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. കൊടയാത്രയിലേക്ക് ഹില്ലിൻ്റെ അടുത്ത് എത്തുകയാണ്. 5 കിലോമീറ്റർ ഉണ്ടോയെന്നാണ് നമ്മൾ കരുതിയിരുന്നത്, പക്ഷെ 15 കിലോമീറ്ററോളം ഉണ്ട്. 16 കിലോമീറ്ററാണ് ഇപ്പോൾ മാപ്പ് പറയുന്നത്. ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നേ. പൈസ ഒരുപാട് കൂടുതലാണോ തോന്നി. 250 രൂപയായി. ഉച്ചയ്ക്ക് എന്തായാലും പിന്നെ ഭക്ഷണം കഴിക്കണ സമയത്ത് തിരിച്ചെത്താൻ കഴിയില്ല. അപ്പോൾ ഉച്ചത്തും കൂടി കഴിക്കുന്ന പോലെയാണ് കഴിച്ചത്. അതുകൊണ്ട് കോസ്റ്റ് നോക്കുമ്പോൾ അതൊരു വിഷയമല്ല എന്ന് വിചാരിക്കുന്നു. ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. എന്താ സുഖം ഉണ്ടാവില്ല, വയറ് മുഴുവൻ നിറച്ചിട്ടേ. ആ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. നടന്ന് കയറണ്ടേ, 8 കിലോമീറ്ററിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും. ഇവിടുന്ന് 16 കിലോമീറ്റർ കാണിക്കണേ. അറിയില്ല, നോക്കാൻ പോയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീടുകളുണ്ട്. രാവിലെ കാരണം കിളികളുടെ എന്താ പറയുക, കളകള ശബ്ദം എന്നോ അങ്ങനെ എന്തല്ലേ പറയാ, കളകളാനാദം. ആ നൈസായിട്ട് കാണാണ്ടോന്ന് അറിയില്ല. അതാ കുടജാത്രി ഹിൽസ് ആയിരിക്കും. അതെ, വൈബ് പൊളി പൊളി പൊളി. ഭയങ്കര കയറ്റം. എന്തൊരു നീ ലെഫ്റ്റിക്ക് ഓടിക്കണേ, റൈറ്റിക്ക്. രക്ഷയില്ലാത്ത വഴി, സൂപ്പർ. 2 സൈഡിലും നിബിഡ വനത്തിൻ്റെ നടുവിലൂടെയുള്ള പാതയിലൂടെ സൈക്കിളിൽ മല്ലു സൈക്കിൾ നോമഡ്സ് സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. 8 പോയിൻ്റാ? ആരാ പറഞ്ഞേ? റേഞ്ച് കിട്ടുന്നുണ്ടോ? കാട്ടിലും റേഞ്ച് ഉണ്ട്. ഗൂഗിൾ മാപ്പ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. റൈറ്റ് സൈഡിൽ ഹിൽസ് കാണാണ്ട്.
ആപ്പിൾ മാപ്പ് പണിമുടക്കി ബിക്കോസ് ദർ ഈസ് നോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇൻ ദിസ് ടെറൈൻ. ഇതൊരു ടെറൈൻ അല്ലടാ, ജീപ്പുകൾ വരുന്നുണ്ട് കേട്ടാ. ആ നമ്മൾ എത്തിയിട്ട സ്ഥലത്തെത്തി. ഇവിടെ സൈക്കിൾ എവിടെയെങ്കിലും നാട്ടണം, അതാണ് അടുത്ത ചലഞ്ച് ആൻഡ് ടാസ്ക്. രാത്രി ഇവിടെ ഇറങ്ങാനായിട്ട് ഇടുക. കൈ നിറയെ അടുത്ത് എന്നിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ എന്നല്ലേ നമുക്കറിയുള്ളൂ, അല്ലാണ്ട് ഇപ്പോ എന്താണ്. അത് ശരിയാണ്, നീ പലതും പറയും, അത് എനിക്കറിയാത്ത കാരണം ഞാൻ പറയുന്നത് നാട്ടിൽ കഴിക്കാനാണ്. ടിഫിൻ കഴിച്ചിട്ട് പോവാം, കഴിച്ചോ എന്നാ ചോദിച്ചത്. കന്നഡ എനിക്ക് ചെറുതായിട്ട് കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സൈക്കിള് ചെറുതായിട്ട് ഓഫ് റോഡിക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ജീപ്പുകൾ പോകുന്നുണ്ട് ട്രക്കിങ്ങിന്. നമ്മൾ എന്തിട്ട് പോവാണ്. ഇവിടുത്തെ വഴി കുറച്ച് മോശമാണ്, അപ്പോൾ വെറുതെ സൈക്കിളിൻ്റെ അലൈൻമെൻറ്റ് പോകണ്ടെന്ന് വെച്ചു, മെല്ലെ തള്ളാം. കശുവണ്ടിയുടെ അത്. ആ കണ്ണും കാണില്ല നിനക്ക്. ബെസ്റ്റ് ഫിഷ് ഇവിടെ. ബുദ്ധി പോയ നിൻ്റെ. കക്ക അകലെ നോക്കുമ്പോൾ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായിരിക്കും. മഞ്ഞ കയറി കണ്ണിലേക്ക്, കണ്ണ് മഞ്ഞച്ചു. ഇപ്പുറത്തേക്കാക്കി വെക്കി. ലോടി ഓക്കെ. ಗೈಡ್ ആണ് പോയിട്ട് ഓൾറെഡി പോയിട്ടിരിക്കും ഒരു വാട്ടി. കേരള തൃശ്ശൂർ ഗുരുവായൂർ ഓൾ ഇന്ത്യ ട്രിപ്പ്, സൈക്കിൾ ഓൾ ഇന്ത്യ ട്രിപ്പ്, ഫുൾ ഇന്ത്യ. ഇങ്ങോട്ട് ചാരിച്ചാലോ വെയിറ്റ് ജാസ്തി ബാക്ക് സ്റ്റാൻഡ് സെന്റർ സ്റ്റാൻഡ്. What's your name? ചെന്നകേശവ. ഇതാണ് കുടജാത്രയ്ക്ക് പോകാനുള്ള റൂട്ട്. ജീപ്പൊക്കെ ഈ വഴിയാണ് പോവുക, നമ്മൾ ഈ വഴി തന്നെയാണ് പോണത്. അപ്പോൾ ഈ വീട്ടിലാണ് നമ്മൾ സൈക്കിളൊക്കെ വെച്ചത്. സൈക്കിൾ വെച്ചത് ഇവിടെ നമ്മൾ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. സൈക്കിൾ കണ്ടില്ലേ, സൈക്കിളിലൂടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കൊണ്ടുപോകണുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പയ്യുണ്ട്, ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവനായിട്ട് സംസാരിച്ചിട്ട് നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീട്ടിൽ സൈക്കിൾ വെച്ചു. അപ്പോൾ അവിടെ ഞാൻ കണ്ട സംഭവമാണ് ഈ ക്യാഷ്യൂനട്ട്, ഇതിൻ്റെ വേസ്റ്റ് തൊണ്ട് പൊളിക്കണ സംഭവം. ഇത് അവിടെ കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ ഒരു എന്താ ഒരു സ്ഥലം പറഞ്ഞ നഗര എന്ന് പറഞ്ഞിട്ടൊരു ഫോർട്ട് ഉണ്ട്. ഒരു 25 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നാണ് ഈ ക്യാഷ്യൂനട്ട് ഇവർക്ക് കൊണ്ടുവരുന്നത് കമ്പനിക്കാർ.
അപ്പോൾ ഇത് അവർ ചാക്കിൽ കൊണ്ട് ഇറക്കും, ജീപ്പിൽ ഇവിടെ വീട്ടിൽ വന്ന് ഇറക്കും. അപ്പോൾ ഇവർ ഈ മെഷീൻ വെച്ചിട്ട് അത് കാലുകൊണ്ടാണ് ഇങ്ങനെ ആക്കണത്. അപ്പോൾ ആ ഫോഴ്സിൽ കാലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ മേലെ ആ ബ്ലേഡ് വന്ന് ഇങ്ങനെ രണ്ടായിട്ട് അടത്തും. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മളൊക്കെ ഇത് ചുട്ടിട്ടാണ് ഇത് പൊളിക്കാനെ കണ്ടുള്ള. ഇത് തല്ലിട്ട് പൊട്ടിക്കാറ്. അത് വെച്ച് കഴിഞ്ഞാൽ ചുട്ടതിൻ്റെ ശേഷം പൊട്ടിക്കുക, അങ്ങനെയാണ് ഇത്. പക്ഷെ അങ്ങനെയല്ല, ഈ സാധനം പച്ചയാണ്, ഇത് ചുട്ടിട്ടില്ല. നേരെ ക്യാഷ് പൊട്ടിച്ചിട്ട് ജസ്റ്റ് ഉണങ്ങിയതിൻ്റെ ശേഷം അത് റിമൂവ് ചെയ്യാണ് അതിൻ്റെ തോട്. അങ്ങനെ അത് കണ്ടു. അപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെയാണ് അത് വർക്കിങ്. കാരണം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം വന്നിരുന്നു എന്ന്, അത് ജീപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ 700 രൂപ 600 രൂപ അങ്ങനെ റേഞ്ച് പൈസ വന്നുള്ളൂ. അത് കൊടജാത്രിയിൽ നിന്ന് കൊല്ലൂരിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. ഒരു 6-7 ആൾക്കാരുണ്ട് ഒരു ഫാമിലിയുടെ ഒപ്പം. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഫാമിലിയുടെ ഒപ്പം കമ്പൈൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ സൈക്കിളായിട്ട് വെച്ച് ഇവിടെ വന്ന് എന്താ നമ്മൾ വിചാരിക്കുക ജീപ്പിലാകുമ്പോൾ കോസ്റ്റ് കൂടുതലെന്ന്. ട്രക്കിങ് നടന്ന് പോകണമെങ്കിൽ ഇവിടെ 400 രൂപ പെർ പേഴ്സൺ കൊടുക്കണം. ഗൈഡ് വേണമെന്ന് നിർബന്ധമില്ല, ഗൈഡിന് അവൈലബിൾ ആണ്. 400 രൂപ പെർ പേഴ്സൺ. പിന്നെ ക്യാമറയുടെ കേസ്, ക്യാമറ ഇത് സോണി ആൽഫ 6000 ആണ്. ഇതിൻ്റെ കിറ്റ് ലെൻസാണിത് 60mm. അപ്പോൾ 50mm ലെൻസ് തൊട്ടിട്ട് 300 രൂപ പേ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 50mm ലെൻസ് ഉണ്ട് 1.8. അത് ഞാനപ്പോൾ അവിടെ ഏൽപ്പിച്ചു. പിന്നെ ട്രൈപോഡ് ഉണ്ടായിരുന്നു. ട്രൈപോഡ് അലൗഡ് അല്ല. അപ്പോൾ ട്രൈപോഡ് അവിടെ വെച്ചു. അപ്പോൾ 2 സാധനങ്ങൾ അവിടെ മറ്റേ സെക്യൂരിറ്റിയുടെ അടുത്ത്, സെക്യൂരിറ്റി മീൻസ് അവിടെ ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലിരിക്കുന്ന ബില്ലിങ് കൊടുക്കുന്ന ആളുകൾ, അപ്പോൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ അത് നമ്മുടെ തന്ന ബില്ലിൻ്റെ മേലെ എഴുതി വന്നിട്ടുണ്ട് ഈ സാധനങ്ങൾ ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് നമ്മൾ ആ സ്ലിപ്പ് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ഇനി നമ്മൾ നമ്മൾ നടന്നിട്ട് ഇനി കയറി പോവാണ്. ഏകദേശം 3-4 മണിക്കൂർ പിടിക്കുമായിരിക്കും. 8-9 കിലോമീറ്റർ ഉണ്ട്. റോഡ് ഈ ജീപ്പ് പോയിട്ട് മോശമായ കാരണം ഇതുകൂടെയാണ് നമ്മൾ പോണത്. നമുക്ക് എന്താ വെച്ചെങ്കിൽ ഒരു ഗൈഡ് ഇല്ലാത്ത കാരണം നമ്മൾ വഴി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജീപ്പ് പോണ വഴിയാണെങ്കിൽ സമയം എടുക്കും കുറച്ച്. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് കയറി പോകാൻ പറ്റും. ആരോടും ചോദിക്കാണ്ട് തന്നെ കയറി പോകാൻ പറ്റും. മഴയൊക്കെ ഉള്ള കാരണം ആകെ ചെളിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നടക്കാൻ ആ ഒരു സമയം കൂടുതലെടുക്കാം. പിന്നെ അത്രയാണ് വിശേഷങ്ങൾ. പക്ഷെ എനിക്കിത് ഈ ട്രക്കിങ്ങിന് ഒരുപാട് പൈസ കൂടുതലായ പോലെ തോന്നി. പക്ഷെ ഞാനതവിടെ ചോദിച്ചപ്പോൾ ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഫീസ് ഉണ്ട് 200 രൂപ അങ്ങനെയാണ്. അപ്പോൾ 200 + 200 400 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 800 രൂപ നമ്മൾ പേ ചെയ്തു. 2 ആൾക്കാരുണ്ട്. അപ്പോൾ അത് മെയിൻ്റനൻസിനൊക്കെ ആയിരിക്കാം. പിന്നെ പ്ലാസ്റ്റിക് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന് അവിടെ പേ ചെയ്യണം. എന്തോ 20 രൂപ പെർ പാക്കറ്റിന് ആദ്യം പേ ചെയ്തിട്ടാണ് നമ്മളെ വിടുക. തിരിച്ച് വന്നിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കാണിച്ചു കൊടുത്താൽ നമുക്ക് പൈസ റീഫണ്ട് ചെയ്യും. അങ്ങനെയാണ് സിസ്റ്റം. പക്ഷെ നമുക്കെന്തോ ബിസ്ക്കറ്റിൻ്റെ 2 കവർ ഉണ്ടായിരുന്നു ഇതിൽ. അവരെ ഓക്കെ പറഞ്ഞ് കയറ്റി വിട്ടു. ചിലപ്പോൾ നമ്മൾ സൈക്കിളിൽ വന്നതാണ് എന്നൊക്കെയും പറഞ്ഞ കാരണമായിരിക്കാം, അറിയില്ല. കൊടജാത്രിയിലേക്ക് നമ്മൾ മേലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടന്നിട്ടല്ല എങ്കിൽ നിങ്ങൾ കൊല്ലൂരിൽ നിന്ന് ജീപ്പ് സർവീസ് അവൈലബിൾ ആക്കി വരികയായിരിക്കും നല്ലത്. ഇവിടെ കോസ്റ്റ് കൂടുതലാണ്. ഈ അടിയിലേക്ക് ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം ഉണ്ട് കൊല്ലൂരിൽ നിന്ന്. എന്നിട്ട് കൊല്ലൂരിൽ നിന്ന് നമ്മളിവിടെ എത്തിയിട്ട് പോലും സെയിം റേറ്റാണ് ഇവർ പറയുന്നത് 2500. അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജീപ്പാണ് വരണമെങ്കിൽ നിങ്ങൾ കൊല്ലൂരിൽ നിന്ന് തീർച്ചയായിട്ടും ജീപ്പ് എടുത്തിട്ട് വേണം വരാൻ. കാരണം നിങ്ങൾക്ക് കുറേ സമയവും ലാഭം കിട്ടും. അതെ, പെട്ടെന്ന് എത്തിപ്പോരും ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ ട്രക്കിങ്ങിന് 400 രൂപ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ സമയവും സൈക്കിളും ചവിട്ടണ്ടേ, എന്നാൽ ജീപ്പിൽ പോകാന്നുള്ള രീതിയിൽ അന്വേഷിച്ചു. അപ്പോൾ ജീപ്പിലും പറയണത് ഇതാണ് 600 രൂപ പറയണം. 500 രൂപ ഒരാൾക്ക് പറയണം. അപ്പോൾ 1000 രൂപ. പിന്നെ അവിടെ ഒരു 50 രൂപ വേറെ കൊടുക്കണം. അപ്പോൾ 1100 രൂപയായി. നമ്മൾ അപ്പോൾ പൈസ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാലോ, ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. മാക്സിമം എങ്ങനെയാണ് അത് സേവ് ചെയ്യണ രീതി അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രക്കിങ്ങിൽ കയറണം തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജീപ്പുകൾ വരുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കേണ്ട വരുന്നത്. റെസ്റ്റിൻ്റെ ആളാട്ടത്. ഓഫ് റോഡ് ആയാലും അതേപോലെ തന്നെയാണ്. പറ്റുന്നവർ ഇത് കൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതെ, മിസ്സാക്കാണ്ട് പോകേണ്ട കേസാണത്. വീഡിയോയിൽ എങ്ങനെ കാണണേന്ന് അറിയില്ല. ഇത് ജീപ്പ് പോണ വഴിയാണ്. ഞാൻ ജീപ്പോട് ഇവിടെ പോയ ആളാ. കണ്ടില്ലേ വഴി എങ്ങനെയാണ്?
ഇവിടെ ജീപ്പിൽ പോകേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക്. നമ്മൾ സാധാരണ മനുഷ്യന്മാരായിട്ട് സാധാരണ ആളുകൾ ചെയ്യണ പോലെ തന്നെ ചെയ്ത് മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് സന്തോഷം കണ്ടെത്തുക, അതാണ് ലൈഫ്. പിന്നെ ജീപ്പിൽ പോകുമ്പോഴേ അത് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന്. ഇവരെപ്പോഴും നടന്നു പോകാനല്ല പ്രൊമോട്ട് ചെയ്യണത്, ജീപ്പിൽ പോകാനാണ് പ്രൊമോട്ട് ചെയ്യണത്. കാരണം ജീപ്പിലുള്ള ആളുകളുടെ ബാഗ് പരിശോധിക്കണതോ അതല്ലെങ്കിൽ ലെൻസ് ഉണ്ടോന്നോ ക്യാമറ ഉണ്ടോന്ന് ചോദിക്കണമെന്ന് നമ്മൾ കണ്ടില്ല. നമ്മുടെ ഫുള്ള് ചെക്ക് ചെയ്തു. അതെ, അത് അവർ ജീപ്പുകാരായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അവർക്ക് കമ്മീഷൻ കിട്ടുന്നതാണ് ഈ ഫോറസ്റ്റിൽ. അതുണ്ടാവായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റങ്ങളെല്ലാതും വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് സിസ്റ്റം അത് കറക്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇത്ര വലിയ ഒരു സാധനം ട്രക്ക് ചെയ്ത് പോവാൻ മനസ്സുള്ള ആളുകളിനെ അത് ഫ്രീ കോസ്റ്റ് അനുവദിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുണ്ട് വഴി. ഇത് ഈ വീഡിയോയിലത്തെ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവണമെന്ന് അറിയില്ല. പക്ഷെ അത് വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലമാണത്. ഈ ടെറൈൻ അങ്ങനത്തെ ഡേഞ്ചറസ് സാധനമാണ്. ജീപ്പ് പോലും മറിയാനുള്ള ചാൻസ് ഉണ്ട്. നടക്കണതാണ് ഇത്തിരി നല്ലത് ശരിക്കും. ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടേക്ക് 5000 പേര് വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്ര തിരക്കില്ല, അപ്പോൾ കുഴപ്പമില്ലാണ്ട് പോണു. അപ്പോൾ നല്ല റഷാണെന്നെങ്കിൽ ഇത്ര ആയാസമായിട്ട് കയറാൻ പറ്റിയായിരുന്നു മേലേക്ക്. കാരണം ജീപ്പുകൾ ത്രൂ ഔട്ട് പോയിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു റഷായി മാറും. ഒരു 2 മണിക്കൂറിനടുത്തായി ട്രക്ക് ചെയ്യണു. അപ്പോൾ ഓൾമോസ്റ്റ് പീക്കിലെത്തിയിട്ടുണ്ട്. ഇനിയും മുകളിലേക്ക് പോകാണ്ട്. അപ്പോൾ ഇവിടെ ജീപ്പൊക്കെ നിർത്തിയിട്ട് കാണാണ്ട് ഇനി ഇവിടുന്ന് വീണ്ടും നടന്നു പോകുന്ന സ്പോട്ട് ഇനിയുണ്ട്. ഇനി നടക്കണം. അവിടെ നിന്ന് നടന്നോ. നമുക്ക് സർവ്വവിജ്ഞാന പീഠത്തിൻ്റെ അവിടേക്കാണ് എത്തേണ്ടത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതെവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. കോടമഞ്ഞ് നൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഷാദി വൈബ് അല്ലേ. ഇനി ആ ഹൈറ്റിലേക്ക് നമുക്ക് പോവാണ്ട്. കോടമഞ്ഞ് കണ്ടില്ലേ, വേറെ ലെവലായിട്ട്. ഇപ്പം ആ ഈ മലേനെ മൂടും. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. ഇപ്പോൾ 3 മണിക്കൂറിനടുത്തായി ട്രക്ക് ചെയ്യുന്നു. നമുക്ക് കുറേ പിള്ളേരിനെ കിട്ടി ട്രക്ക് ചെയ്യാൻ. അവരും ട്രക്കിങ് തന്നെയാണ് പ്രിഫർ ചെയ്യണത്. കുഴപ്പമില്ല, നമുക്ക് സംസാരിച്ചിട്ട് ഇങ്ങനെ. കർണാടകക്കാരാണ് അവരും. അപ്പോൾ അവരും പറയണ കോസ്റ്റ് കൂടുതലാണ്. ഈ 400 രൂപയ്ക്ക് അവർ, കാരണം നമുക്കൊരു ഗൈഡിനെ പോലും തരുന്നില്ല. മാത്രമല്ല അവർ പറയണത് തരുന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ആ ഗൈഡിനെ തരുന്നില്ലല്ലോ. നേരാ ക്ഷീണിച്ചാ? ആദ്യമായിട്ടാണ് ഇവൻ ക്ഷീണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. സൈക്കിൾ ചവിട്ടണോണ്ടായിരിക്കാം. സമയമെടുക്കും, ക്ഷമ വേണം. ഇവിടം വരെ ജീപ്പിലാണെങ്കിൽ ഇവിടം വരെ ജീപ്പിൽ വരാം. ഞാൻ അറൗണ്ട് ഒരു 2 കിലോമീറ്റേഴ്സിൻ്റെ മേലെ നടക്കാണ്ട് തോന്നുന്നുണ്ട് മേലേക്ക്. കയറി തുടങ്ങി നമ്മൾ. അവിടെയാണത്.
ഇതാ നമ്മുടെ ടീമോട് ഇവർ കാടിൻ്റെ ഉള്ളിൽ കൂടെ ട്രക്ക് ചെയ്ത് കയറി വന്നേ. നമുക്ക് ഗൈഡിനെ കിട്ടാത്ത കാരണവും പിന്നെ പൈസ വേറെ എക്സ്ട്രാ കൊടുക്കണം എന്നുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ജീപ്പ് വരുന്ന വഴി നടന്നു പോന്നു. ഇപ്പോൾ ഇവരിനെ കണ്ടു. എത്താറായി. വൻ സീനാണ് ഇവിടെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കണ്ടില്ലേ അടിയിലേക്ക് പോകും. അപ്പുറത്ത് വലിയ ഒരു കൊക്കയാണ്. പിന്നെ അല്ല മൊത്തം അങ്ങനെയാണ്. മൊത്തം അങ്ങനെയാണ്. ഈ റൂട്ട് അങ്ങനെയാണ്. റൈറ്റ് സൈഡിൽ ഒരു കൂട്ടിലുണ്ട്. പൊളി വൈബാണ് മൊത്തം. ഒന്നും പറയാല്ലേ പ്രത്യേകിച്ചിട്ട്. ഫുൾ കോഡ് ഇറങ്ങി. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? 1:23. ഫുൾ കോഡാ. ഒരു 12 മണിക്ക് ശേഷം ഫുൾ കോഡ് ഇറങ്ങി. ഇനി നമ്മൾ വീഡിയോയിൽ കിട്ടുമെന്നറിയില്ല. ഇനി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇനി ഇത് ഇറങ്ങി പോകാൻ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ടീംസിന് കിട്ടി. അപ്പോൾ അവരുടെ ഗൈഡ് ഉണ്ട്. ആ ഗൈഡിൻ്റെ ഒപ്പം ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ട്രക്ക് ചെയ്ത് പോവും. നമ്മളിപ്പോൾ വന്നത് ബൈ റോഡ് മറ്റേ ജീപ്പിൻ്റെ ഓഫ് റോഡ് ആ റോഡ് കൂടിയാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ ഇനി അതിനേക്കാൾ വേറെ ലെവലായിരിക്കും. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. അവസാനമില്ലാത്ത ട്രക്കിങ്. പക്ഷെ അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോടെങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടാ. ഫുൾ കോടയാണ്. ഫുൾ കോട. ചെറുതായിട്ട് ഒരു എൻ്റെ മോനെ എത്തി. സെറ്റ് സ്ഥലം. സർവ്വവിജ്ഞാനപീഠം എനിക്ക് മുമ്പിൽ കാണാം. പക്ഷെ കോടകളുണ്ട്. ക്യാമറയിൽ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഒരു 3-3.5 മണിക്കൂറിൻ്റെ ട്രക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് ആ പീക്കിലെത്തിയിട്ടാ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത്രയ്ക്കധികം കോടമഞ്ഞാണ്. അപ്പോൾ ഈ കാണുന്നതാണ് സർവജ്ഞനാനപീഠം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഏരിയ അടച്ചെടുക്കുകയാണ്. ഇവിടുന്ന് അടിയിലേക്ക് കുത്തനെയുള്ള ഇറക്കാണ്. അടിയിലേക്ക് പോയി കഴിഞ്ഞാലാണ് സൗപർണിക നദിയുടെ ഉത്ഭവം. ഈ കൊടജാദ്രി ഹിൽസിൻ്റെ മേലെ നിന്നാണ് സൗപർണിക നദിയുടെ ഉത്ഭവം. അപ്പോൾ ഇത് മുമ്പ് പോകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ് അപകടങ്ങൾ ഉണ്ടായതിന് ശേഷം. ഇവിടെ ഇതുകൂടിയും പിന്നെയും ആളുകൾ കടന്നിരുന്നു. അപ്പോൾ ഇവിടെയും ശരിക്കും ഫ്രെയിമൊക്കെ കൂട്ടി ലോക്ക് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇറങ്ങി പോയാൽ ഒരു കിലോമീറ്റർ ഉണ്ട്. ഇത്ര മൂലായിട്ട് റോപ്പണി കൊണ്ടുപോകാണ്. 1 കിലോമീറ്റർ കുട്ടനെ ഇറക്കാം. ഇരുന്നിട്ട് ഇതേപോലെ പറയാം. ഇറങ്ങി പോകും. 1 കിലോമീറ്റർ ആവും. അവിടെ ഒരു ഫ്യൂലും കൊണ്ടും പിന്നെ ഒന്നുമില്ല. വെള്ളം എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ലാസ്റ്റിലും ഉണ്ടാവും. വെള്ളം ഉണ്ടാവും. അപ്പോൾ നോ എൻട്രി എന്നിട്ട് ക്ലോസ് ചെയ്തു. ഞങ്ങൾ പോകും. അത് അപകടം ഉണ്ടായതിന് ശേഷം ക്ലോസ് ചെയ്തായിരിക്കും അല്ലേ? ഇല്ല, പിന്നെ വഴിയില്ല. തിരിച്ച് ഇങ്ങോട്ടൊക്കെ കയറാം. അപ്പം അടുത്ത ക്ലോസ് ചെയ്ത് എത്ര കൊല്ലം? ഒരു മാസം ആകല്ലോ. 1 കൊല്ലമായി. 1 കൊല്ലമായിട്ടല്ലോ. ഇവിടെ പോകാനാവും. കള്ള റൂട്ടുണ്ട്. കള്ള റൂട്ടുണ്ട് ഉണ്ട്, ഞാനും പക്ഷെ ഞാൻ പോയിട്ട് അവിടെ CC ക്യാമറ പിടിച്ചാലേ പ്രശ്നമാവും. ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് അല്ലേ? ഓ, വേറെ വഴിയുണ്ട്. ഇവിടെ ഇപ്പോൾ ആള് കടത്തിയിരുന്ന വഴി ഇപ്പൊ ക്ലോസ് ചെയ്തു. വേറൊരു വഴി കൂടി അങ്ങോട്ട് കിടക്കാം. അപ്പൊ അവിടെ CCTV ഒക്കെ ഉള്ള കാരണം തന്നെ ഇനി എന്തെങ്കിലും സീനാവുമായിരിക്കും. അത് കാരണം നമ്മളങ്ങോട്ട് പോകുന്നില്ല. നടന്ന് വരാൻ 2 റൂട്ടുണ്ട്. ജീപ്പ് വരാൻ 1 റൂട്ട്, 3 റൂട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജീപ്പ് വന്ന അതേ റോഡിലാണ് കയറി വന്നത്? അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല. മനസ്സിലായി? 28 കിലോമീറ്റർ വളയണം, അവിടേക്ക് എത്തണം. നിങ്ങൾ വന്ന റൂട്ടിൽ പോയാൽ നല്ല. മനസ്സിലായി. ഇപ്പോ നമ്മൾ നിൽക്കുന്നത് ശങ്കരപീഠം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ശങ്കരപീഠം എന്ന് പറയുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യ വന്നിട്ട് ഈ കൊടജാദ്രി ഹിൽസിലാണ് ശങ്കരാചാര്യ തപസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത്. തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നൊക്കെയാണ്. അതിന് ഒരു സ്റ്റാച്യൂക്ക് ഉള്ളിലിപ്പോൾ ഉണ്ട്. പിന്നെ ഇതാണ് പീഠം. ഇത് ഒരുപാട് വിശ്വാസികളായ ആളുകൾക്ക് വളരെ വിലപ്പെട്ട ഒരു സംഭവമൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോൺസ് അത് ഇവിടെയുള്ള കല്ലുകളായിട്ട് ഒരിക്കലും സാമ്യമുള്ളതല്ല. ഇത് എവിടുന്നോ കൊണ്ടുവന്ന ഒരു കല്ലുകളാണ്.
അപ്പോൾ ആ ഒരു സമയത്ത് ഇത്ര മലമുകളിലെ മേലെ ഇങ്ങനെ ഒരു കല്ല് കൊണ്ട് ഈ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് നോക്കി ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ട് തോന്നുകയാണ്. അപ്പോൾ മാക്സിമം നമ്മളൊക്കെയും സാധാരണ നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനടുത്തുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. അപ്പോൾ ഇവിടേക്കുള്ള ഇങ്ങനത്തെ അത്ഭുതകരമായ നിർമ്മിതികളൊക്കെയും നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെയാണ് ലൈഫ് എന്ന് പറയുന്നത്. മാക്സിമം ആൾക്കാരെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ. ഫുള്ള് വൈബാട്ടോ അവിടെ, ഫുള്ള് വൈബ്, ഫുള്ള് കോട. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, കാരണം അടിയിലെത്തുമ്പോഴേക്ക് ഇരുട്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം 2 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ടീം മലയാളി സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഒപ്പം അങ്ങനെ ഇറങ്ങിപ്പോകാനാണ് പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങൾ. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എത്തിയപ്പോൾ. എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു വെച്ചാൽ അത്രയും നമ്മൾ ക്ലൈംബ് ചെയ്ത് വന്ന് ട്രക്ക് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗണപതി വിഗ്രഹം ഉണ്ട്, ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ നിന്ന് ഒരു ഭൂഗർഭ വഴിയുണ്ട് ഇതിൻ്റെ മേലേക്ക് എത്താനുള്ളത്. അപ്പോൾ അത് അടച്ചിരിക്കുകയാണ്. ഞാൻ മുമ്പ് വന്നപ്പോൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെയും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കി നോക്കാം. അതെ, ആ അതെ അതെ അതെ. എല്ലാം അടച്ചു കൂട്ടാണ് അല്ലേ? എന്നാ അവിടെ അടക്കിയല്ലേ മേലെ? ആ മറ്റേത് അടയ്ക്കും. അപ്പൊ പിന്നെ അതും അടയ്ക്കും. ഇതാണ് ആ ഗണപതി വിഗ്രഹം. പിന്നെ ഇവിടെ ഒരു മണി ഉണ്ടായിരുന്നത്, ഇപ്പൊ ആരോ കൂടിക്കൊണ്ടുപോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ മണി ഉണ്ടായിരുന്നു, അടിക്കായിരുന്നു. അതാ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഭൂഗർഭം അറിയില്ല ഉള്ളിലേക്ക്. അത് അതിന്റെ മേലേക്ക് കയറാനാന്നാ പറയപ്പെടുന്നത് അല്ലേ? മേലേക്ക് കയറി പോണതല്ലേ അത്? പോയ ഗുഹാനായിട്ട് ഐതിഹ്യമുണ്ട്. ഇപ്പൊ പോകുന്നാവില്ല, പോയിട്ട് കുറച്ച് നോക്കുന്നാണെങ്കിലും മൊബൈൽ ടോർച്ച് അടിച്ചിട്ട് കുറച്ച് നോക്കാം. വവ്വാലുണ്ട്. വവ്വാലല്ലേ? പോവാൻ പറ്റില്ല, അല്ലെ? കുറച്ച് നോക്കാം. ഇപ്പോൾ കുടജാത്രി ട്രക്കിംഗ് അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് പോയി. ഇപ്പോൾ നമ്മളിനി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ലേറ്റ് ആവും. ഇപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കണില്ല, നിങ്ങൾക്കൊക്കെ ബോറടിക്കും. അപ്പം അങ്ങനെ ഫുൾ സെറ്റായി. കണ്ട് വന്ന് ആസ്വദിക്കേണ്ട സ്ഥലമാണ്. വീഡിയോയിലോ അതോ ഫോട്ടോയിലോ കണ്ടിട്ട് മനസ്സിലാക്കുന്നതിലപ്പുറം വന്ന് കണ്ട് ആസ്വദിക്കുക. അതാണ് ആ എക്സ്പീരിയൻസ് കിട്ടിയാലാണ് ഇത് ഞങ്ങൾ പറയുന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വീഡിയോയില് ഒതുങ്ങാണ്ട് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന എല്ലാ സ്ഥലങ്ങളും തന്നെ എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യണം. അതിനുവേണ്ടി ഇൻസ്പയർ ആവാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ എടുക്കണം. അത് എത്രത്തോളം ഞങ്ങൾക്ക് അതിൽ മികവ് പുലർത്താൻ സാധിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ പറ്റണ പോലെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിലൊതുങ്ങാണ്ട് എപ്പോഴാണ് പറ്റണേ ആ സമയത്ത് പുറത്തിറങ്ങുക, എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ.